ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെതിരെ SITയുടെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും പാർട്ടി നടപടി വൈകുന്നത് രാഷ്ട്രീയായുധമാക്കാൻ UDF. പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ കൂടുതൽ CPM നേതാക്കൾ പ്രതിരോധത്തിലാകുമെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് UDF പ്രചാരണം സജീവമാക്കുന്നത്. അതേസമയം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രം നടപടിയെടുത്താൽ മതിയെന്നാണ് CPMന്റെ ഇപ്പോഴുമുള്ള നിലപാട്. എന്തായാലും വീണ്ടും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന് തന്നെയാണ് ഈ സൂചന നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം ഇപ്പോഴും തന്റെ നേതാവിനെ പത്മകുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് CPM സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ SITയുടെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ട് പോലും പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്ന് വിവിധ കോണിൽ നിന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഡാൻ കുര്യൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തരത്തിൽ ഈ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യ ആയുധമെന്ന് പറയാം. നമുക്കറിയാം, പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടടക്കം വലിയ തരത്തിൽ കോൺഗ്രസിനെ സഹായിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. അതുതന്നെ വീണ്ടും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ചും ഇപ്പോഴും ഇതാ പത്മകുമാറിനെ അടക്കം പാർട്ടി സംരക്ഷിക്കുന്നതടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ വലിയ ആയുധമാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കണമോ? SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പത്മകുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാനുള്ള UDFന്റെ തീരുമാനം. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ പ്രചാരണത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. അതായത് പത്മകുമാറിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടായാൽ അത് കൂടുതൽ CPM നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന ഒരു പ്രതീതി നിലനിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് UDFന്റെ. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചേർന്ന ലക്ഷ്യ ക്യാമ്പിൽ അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരുന്നു. പത്മകുമാറിനെതിരെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ, ഈ ഗൂഢാലോചനയിലടക്കം നേരിട്ട് പത്മകുമാറിന്റെ പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലെത്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നതാണ് UDF നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. അവിടെ കഴിഞ്ഞ ദിവസം CPM ഇതിന് ജില്ലാ സെക്രട്ടറി അടക്കം അതോടൊപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അതിന് നൽകിയിരിക്കുന്ന മറുപടി, കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ആരോപണം മാത്രം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ നാളെ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമെന്ന് വന്നാൽ ഇപ്പോൾ നടപടിയെടുത്താൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നതാണ് നേതാക്കൾ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. പക്ഷേ അതിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വേളയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ ഏത് തരത്തിൽ CPM നോക്കിക്കാണും എന്നതാണ് ഇനി അറിയാനുള്ളത്. അവിടെയാണ് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ആവർത്തിച്ച സാഹചര്യമുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഇതാ ഇപ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ വലിയ വിഷയം വീണ്ടും ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്ന സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ SITയുടെ വളരെ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ വെട്ടിലാവുകയാണ് പത്മകുമാർ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇന്നലെ SIT ഹൈക്കോടതി അറിയിച്ചത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പാളികൾ കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തി എന്നതിനുള്ള തെളിവുകളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ തിരുത്തലുകൾ വരുത്തി എന്നാണ് SIT കോടതി അറിയിച്ചത്. അപ്പോൾ എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഈ വിഷയത്തിലൊരു, അല്ലെങ്കിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ ഒരു നടപടിയെടുക്കാനോ പാർട്ടി മുതിരാത്തത്? ഡാൻ, അതിന് നേതൃത്വമാണ് കൃത്യമായ ഒരു മറുപടി പറയേണ്ടത്. അത് ആവർത്തിച്ച് മാധ്യമങ്ങൾ പലപ്പോഴായി
CPM-ന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തോടും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളോടുമൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരേ ഒരു വാചകം മാത്രമാണ് അവർ അതിന് കൃത്യമായ ഒരു മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയൻ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം. അതിനപ്പുറത്തേക്ക് ഉയർന്ന ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ തെളിയിക്കപ്പെടുമ്പോൾ മാത്രമേ ആ കാര്യത്തിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുകയുള്ളൂ. മറ്റ് പാർട്ടികൾ പോലെയല്ല. ഇതിൽ കൃത്യമായി നടപടി എന്നാൽ അത് നടപടി തന്നെ ആയിരിക്കും, പേരിനൊരു നടപടി ആയിരിക്കില്ല എന്ന കാര്യം കൂടി ഒരു മുന്നറിയിപ്പായി CPM നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി, അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി, കുറ്റക്കാരെന്ന് കോടതി വിധിക്കുമ്പോൾ മാത്രം മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് CPM എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും സമാനമായ തരത്തിൽ പ്രമാദമായ കേസുകളിൽ CPM നേതാക്കൾ ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ പാർട്ടി സ്വീകരിച്ച നിലപാട് അതാണ്. അതുകൊണ്ട് ഈ ഒരു കേസിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല. അതിനോടുള്ള പാർട്ടിയുടെ സമീപനം കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പാർട്ടി നടപടി, അത് എല്ലാ കേസിലും അങ്ങനെ തന്നെ മതി എന്നൊരു പൊതുവിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കേസിലും അങ്ങനെ ഒരു തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ലെന്ന് CPM ആവർത്തിക്കുന്നുണ്ട്. കാരണം SITയുടെ അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ചോദ്യം ചെയ്യാൻ പോയപ്പോഴും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ SIT കടന്നപ്പോഴും സ്വതന്ത്രമായി തന്നെയാണ് അവർ അന്വേഷണം നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദവും അവർക്കുമേലില്ല എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. എന്തായാലും പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും, പക്ഷേ അത് ഇപ്പോഴുണ്ടാകില്ല. അതാണ് നേതൃത്വം നൽകുന്ന മറുപടി. പക്ഷേ അത് എത്രത്തോളം സ്വീകാര്യമാകും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതിനെതിരെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം UDF തുടക്കമിടുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതാണ് ഇത് ലക്ഷ്യ 100+മായി കോൺഗ്രസ് ഇറങ്ങുമ്പോൾ പ്രധാന പ്രചരണായുധം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലൊരു ചിത്രം വ്യക്തമാകുന്നു അല്ലേ? കാരണം ഔദ്യോഗികമായ വാർത്താ സമ്മേളനത്തിലടക്കം KC വേണുഗോപാൽ, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വലിയൊരു നേട്ടത്തിന്റെ പിന്നിൽ, UDF-ന് ലഭിച്ച അപ്രതീക്ഷിതമായ വിജയത്തിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചാരണങ്ങൾ തന്നെയാണ്. അത് കൃത്യമായി UDF-ന് അനുകൂല വോട്ടായി മാറി. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് 100 സീറ്റുകൾക്ക് മുകളിൽ ലഭിച്ച് UDF അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ആവർത്തിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. എന്തായാലും നമുക്ക് കൃത്യമായി അത് വീണ്ടും പ്രചാരണ വേദികളിൽ മറ്റ് പാർട്ടികൾ CPM-നെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി പാർട്ടി ഏത് തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.